ഓം ഭൂർഭുവഃ സ്വഃ. എല്ലാവർക്കും ദേവാ ഡിവോട്ടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാത്തവരാണോ നിങ്ങൾ? ഭാരതീയ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്ന ചില പ്രത്യേക മന്ത്ര സാധനകളിലൂടെ പോസിറ്റീവ് എനർജി നിറക്കാനും തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരാനും സാധിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കായി അനുഷ്ഠിക്കപ്പെട്ടു പോരുന്ന 3 അതിശക്തമായ മന്ത്രങ്ങളും അത് ചൊല്ലേണ്ട രീതികളുമാണ്. സാധനകൾക്കും മന്ത്രങ്ങൾക്കും മുന്നേ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പ്രതിപാദിക്കുന്നത്. ഭാരതീയ സനാതനത്തിലെ ഏതൊരു മന്ത്രവും ഫലം നൽകണമെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ചെയ്യണം. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഉദ്ബോധിപ്പിക്കട്ടെ. 1. സമയം. ഈ മന്ത്രങ്ങളെല്ലാം ഉരുവിടേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ പുലർച്ചെ 3 മുതൽ 5 വരെ, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാദീപം തെളിയിച്ച ശേഷം ആയിരിക്കണം. ശുദ്ധി. മന്ത്രോച്ചാരണത്തിന് മുന്നേ കുളിച്ച് വൃത്തിയായി കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരിക്കുക. ഏകാഗ്രത. മനസ്സിൽ എപ്പോഴും ഈ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ധനലക്ഷ്മിയെ ധ്യാനിച്ചു കൊണ്ടുവേണം മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക്. മന്ത്രം 1. മഹാലക്ഷ്മി മന്ത്രം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മഹാലക്ഷ്മിയാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവി. ആ ദേവിയെ പ്രസാദിക്കപ്പെടുന്നതിലൂടെ നമ്മളുടെ സമ്പത്തും അഭിവൃദ്ധിയും എപ്പോഴും ഉന്നമനത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. മന്ത്രം: ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മയേ നമഃ. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കുകയും പ്രതീക്ഷിതമായി പണം വന്നു ചേരുകയും ചെയ്യുന്നു. അടുത്തതായി കുബേരമന്ത്രം. ഹിന്ദു പുരാണമനുസരിച്ച് ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ. ലക്ഷ്മി ദേവി നൽകുന്ന ധനം സംരക്ഷിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും കുബേരനാണ്. മന്ത്രം: ഓം യക്ഷായ കുബേരായ വൈഷ്ണവായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിം മേധഹീതാഭയ സ്വാഹ. ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാനും കടബാധ്യതകൾ തീരാനും ഈ മന്ത്രം ജപിക്കുന്നത് വഴിത്തിരിവാകും. അടുത്ത മന്ത്രം ലക്ഷ്മി ഗായത്രി മന്ത്രം. പലർക്കും അറിയപ്പെടാത്ത ഒരു മന്ത്രമാണിത്. വളരെ ശക്തിയായ ഒരു മന്ത്രമാണിത്. ഈ മന്ത്രം തരംഗരൂപത്തിൽ നമ്മളുടെ കോശങ്ങളിൽ പ്രവേശിക്കുകയും നമ്മളുടെ ഉപബോധ മനസ്സിനെ ഉണർത്തി പണം നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. മന്ത്രം: ഓം മഹാലക്ഷ്മി വിദ്മഹേ വിഷ്ണുപദേ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. പ്രതിദിനം 11 അല്ലെങ്കിൽ 21 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത വരാനും ശരിയായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ തെളിയാനും സാധിക്കും. അവസാനമായി പറയട്ടെ, മന്ത്രങ്ങൾ കേവലം ജപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനോടൊപ്പം തന്നെ കഠിനാധ്വാനവും കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും ആവശ്യമാണ്. എന്നാൽ ഈ മന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ മാനസിക ധൈര്യവും ഭാഗ്യവും തന്നുകൊണ്ടാണ്. അത് ഒരു പോസിറ്റീവായ രീതിയിൽ പണത്തെ നിങ്ങൾ സമീപിക്കുകയും അതിലൂടെ നിങ്ങൾ തന്നെ അറിയാതെ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.